നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്തിലെ 150 കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ നൽകുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസുകൾ നടത്തിയ പണിമുടക്ക് ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷിക ദിനം വിവിധ പരിപാടികളോടെ കോൺഗ്രസ് സംഘടനകൾ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. പുത്തൂർ പഞ്ചായത്തിലെ 150 കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ നൽകുന്നതിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷയായി. ക്ഷീരമേഖല വളരെയധികം പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ചിലവ് കൂടുന്നതിനനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് കഴിയുന്നില്ലെന്നും ഇതിന് പരിഹാരമായാണ് വിവിധങ്ങളായ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും പാൽ ഉൽപാദന കാര്യത്തിൽ കേരളം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജിതേന്ദ്രകുമാർ KB, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബീന എലിസബത്ത് ജോൺ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS സജിത്, ലിബി വർഗീസ്, വെറ്ററിനറി സർജൻമാരായ ഡോക്ടർ സുമി ചന്ദ്രൻ, ഡോക്ടർ മനോജ് മാത്യു, പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, മാന്നാമംഗലം ക്ഷീരസംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ 2024-25 വർഷത്തെ ഗോവർദ്ധനി പദ്ധതി പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു ലക്ഷത്തോളം കന്നുകുട്ടികൾ ഓരോ വർഷവും പരിചരിപ്പിക്കപ്പെടേണ്ടവ വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളാൽ അതിന്റെ 60% വലുതായി മാറാതെ വഴിയിൽ വെച്ച് തന്നെ പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയവേദകമാണ്. ആ ഘട്ടത്തിലാണ് 4 മുതൽ 6 മാസം വരെയുള്ള കന്നുകുട്ടികളെ ഏറ്റെടുത്ത് ഇൻഷുറൻസ് പരിരക്ഷ നൽകി സബ്സിഡിയോടുകൂടി ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുത്ത് പൊതുസമൂഹത്തിന്റെ മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ കന്നുകുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ആശയത്തിന്റെ ഭാഗമായി ഗോവർദ്ധനി എന്ന പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ചതും അത് തുടർച്ചയായി കൊടുക്കുന്നു. 50% സബ്സിഡിയുടെ പണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോവർദ്ധനി പദ്ധതി തുടങ്ങുമ്പോൾ നമ്മുടെ കന്നുകുട്ടികളുടെ പരിപാലനം പ്രധാനപ്പെട്ട ആശയമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഇന്നലെ ഈ പദ്ധതി എടുത്തു നോക്കിയാൽ നമുക്കറിയാം. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിധത്തിലുള്ള പണം ലഭ്യമാക്കുന്നതിന്റെ ആവശ്യകത കൂടി പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കേരളത്തിൽ 8 വർഷക്കാലത്തിനിടയിലോ ഒരു 10 വർഷക്കാലത്തിനിടയിലോ നമ്മൾ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ പാല് ആളുകൾക്ക് കിട്ടാൻ കഴിയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. സാധാരണ നിലയിൽ അയൽ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും വരുന്ന പാലുകൾ അതിർത്തിയിലെ പരിശോധനയെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടക്കുന്നതിനെ സംബന്ധിച്ച ആകുലത നേരത്തെ നമുക്കുണ്ടായി. ഒരുപക്ഷെ ആന്റിബയോട്ടിക്കുകൾ പോലും അരച്ചു ചേർക്കപ്പെട്ട പാലുകളാണ് വരുന്നതിൽ ഒരു നല്ല ശതമാനം എന്ന ഭീതിയും നമ്മുടെ മുന്നിലുണ്ടായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ് ജീവനക്കാർ നടത്തിയ സമരം പിൻവലിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, പോലീസ്, RTO ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് സമരം പിൻവലിച്ചത്.
തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ 99-ാം പ്രതിഷ്ഠാ തിരുനാൾ നവംബർ 22 മുതൽ 25 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് വികാരി ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അറിയിച്ചു. നവംബർ 23-ന് ശനിയാഴ്ച വൈകിട്ട് 6:30 മുതൽ വിവിധ യൂണിറ്റുകളിൽ നിന്ന് വാദ്യമേളങ്ങളോടെ അമ്പെഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ബസലിക്കയിൽ എത്തിച്ചേരും. 24-ന് ഞായറാഴ്ച 6, 8, 10 ഉച്ചകഴിഞ്ഞ് 3:30 രാത്രി 7:30 വിശുദ്ധ കുർബാനകൾ. 10 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാടും പാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ലൂർദ് കത്തീഡ്രലിലേക്കും തിരിച്ച് ബസലിക്കയിലേക്കും ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. തിരുനാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം 22 ലക്ഷത്തിലധികം രൂപ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചു. ഇക്കൊല്ലവും കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചികിത്സ, വിവാഹം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സഹായം, നിർധനർക്ക് പെൻഷൻ എന്നിവ നൽകും. വാർത്താ സമ്മേളനത്തിൽ ജോണി കുറ്റിച്ചാക്കു, പോൾസൺ ആലപ്പാട്ട്, NI ജോസഫ്, CJ പോൾ എന്നിവരും പങ്കെടുത്തു. ഈ തിരുനാളോടുകൂടി 100ാമത്തെ വർഷത്തിലേക്ക്, ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രധാന ചടങ്ങുകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ലീഫ്ലെറ്റിലും നോട്ടീസിലും വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. 21-ാം തീയതി ഞായറാഴ്ചയാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട തൃശ്ശൂർ MLA ശ്രീ പി ബാലചന്ദ്രനാണ് അത് ചെയ്യുന്നത്. വൈകിട്ട് 6:00-ക്ക്. 22-ാം തീയതി വെള്ളിയാഴ്ചയാണ് തിരുനാളിന്റെ കൂടുതലും രൂപം എഴുന്നള്ളിച്ചു വയ്ക്കുന്ന മധ്യപ്രദേശ സഹായമെത്ര ടോണി നീലങ്കാവിൽ പിതാവ് നിർവഹിക്കും. 23-ാം തീയതി ശനിയാഴ്ച വിവിധ യൂണിറ്റുകളിൽ നിന്നൊക്കെയുള്ള അങ്ങാടികളിൽ നിന്നുള്ള അമ്പുകൾ വൈകിട്ട് ദേവാലയത്തിൽ സമാപിക്കും. 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:30-യുടെ കുർബാനയാണ് അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. ആ കുർബാനയ്ക്ക് ശേഷം ശതാബ്ദി വർഷത്തിന്റെ തിരിതെളിയിലൂടി അഭിവന്യ പിതാവ് നിർവഹിക്കുന്നതാണ്. 10 മണിക്കുള്ള ആഘോഷമായ കുർബാനയ്ക്ക് പാടും പാതിരി എന്ന പ്രശസ്തനായ ബഹുമാനപ്പെട്ട പോൾ പൂവത്തിങ്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ആഘോഷമായ പാട്ട് കുർബാനയായിരിക്കും. ജെറുസലേം ധ്യാനകേന്ദ്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ജോ പാച്ചേരി അച്ഛനാണ് സന്ദേശം നൽകുന്നത്. അന്നേ ദിവസം വൈകിട്ട് 4:00-ക്ക് ബസലിക്കയിൽ നിന്ന് പുറപ്പെട്ട് ലൂർദിൽ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന രീതിയിൽ ജപമാല പ്രദക്ഷിണം. പിന്നീട് വൈകിട്ട് 6:30 മണിക്ക് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന വ്യാകുലം എഴുന്നള്ളിപ്പ്, അത് വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയായിട്ടാണ് അത് ബസലിക്ക ദേവാലയത്തിൽ വന്ന് സമാപിക്കുക. 25-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ബാൻഡ് വാദ്യ സൗഹൃദ ബാൻഡ് വാദ്യ മത്സരവും ഫാൻസി വർണ്ണമഴയുണ്ടാകും. ഇത്രയാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 107-ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരുമത്ര 46-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടന്നു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ വിനോദ് മാടവന, NM വിനീഷ്, അൽഫോൻസ ഫ്രാൻസിസ്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, KC സെബാസ്റ്റ്യൻ, PT ഔസേബ്, PJ ക്രിസ്റ്റിൻ, AB ആശിഷ്, ബേബി തോമസ്, AB സഞ്ജയ്, PA തോമസ്, KK ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി എന്നാണ് ലോകം ഇന്ദിരയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി നിലകൊണ്ട ധീര വനിതയായിരുന്നു ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ട്, പറയാനുണ്ട്. 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാത്രിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒരു ഫോൺ കോൾ വന്നു. എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി 7-ാം പടക്കപ്പലിനെ അമേരിക്ക അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഇന്ദിര മറുപടി കൊടുത്തു. പാകിസ്ഥാനെ സഹായിക്കാൻ കപ്പൽ പടയെ അയക്കാം, എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടന്നു വരുന്ന കപ്പലും ആ കപ്പലിലെ കപ്പിത്താനും ആ കപ്പലിലെ നാവികസേനാംഗങ്ങളും തിരികെ പോണോ എന്ന് ഞാൻ വിചാരിക്കും, തിരിച്ചു പോകണമോ വേണ്ടയോ എന്നുള്ളത്. ആ ഒറ്റ ഫോൺ കോളിന് മറുപടി കൊടുത്തുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെ ലോകം മുഴുവൻ എഴുതി ഇന്ദിരയുടെ കർക്കശത്തിന് മുമ്പിൽ അമേരിക്ക സ്തംഭിതരായി എന്ന്. നമുക്കറിയാം, ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നിരയിലെ പ്രമുഖനും പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായ അടൽ ബിഹാരി വാജ്പേയി ഇന്ദിരയെ കുറിച്ച് പറഞ്ഞു,
ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു, ഇന്ത്യ എന്നാൽ ഇന്ത്യയാണ്, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിരയുടെ ഉരുക്കുമനിതയാണ് ഇന്ദിര, ഇന്ദിരയുടെ ഉരുക്കുമനിതയായ ഇന്ദിര ഈ ലോകത്തെ ഏറ്റവും വലിയ ധീരയായ വനിതയാണെന്ന് അടൽ ബിഹാരി വാജ്പേയി പോലെയുള്ള പ്രമുഖർ പറഞ്ഞ കാര്യം നാം ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ ഇന്ദിരയുടെ ജന്മദിനത്തിൽ പങ്കെടുത്ത കരിമത്ര ഈ പ്രദേശത്തെ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ആചരിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ജോണി അരിമ്പൂർ അധ്യക്ഷനായി. NS നൌഷാദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഭാസ്കരൻ K മാധവൻ, ബേബി പാലോലിക്കൽ, ധർമ്മജൻ പൂക്കാടൻ, KK കാസിം, NM ചന്ദ്രൻ, KA മുസ്തഫ, ജിജോ കണ്ണമ്പുഴ, റോയ് MT, T ഹരി, ഫിലോമിന ജോസ്, ജാൻസി ടീച്ചർ, ദേവസി PF എന്നിവർ നേതൃത്വം നൽകി. അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായി നിയമിതനായ PV രാജുവിനെ അനുമോദിക്കുന്നതിനായി കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് INTCയുടെ നേതൃത്വത്തിൽ സ്വീകരണം സംഘടിപ്പിച്ചു. NP രാമചന്ദ്രൻ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ പ്രതിനിധി അധ്യക്ഷത വഹിച്ചു. അനുമോദന സമ്മേളനം KG ബാബുരാജ്, കേരള നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീ ബെന്നി പനോക്കാരൻ സ്വാഗതം ആശംസിച്ചു. AK രമേശൻ നന്ദി അറിയിച്ചു. രാമചന്ദ്രൻ പുതുർക്കര, ജയകുമാർ, മേഴ്സി വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. PV രാജ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ആത്മാർത്ഥമായ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വാഗ്ദാനപ്പെടുത്തി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ IT വിഭാഗത്തിൽ 140 പോയിന്റ് നേടി തൃശൂർ ജില്ല 1ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും തൃശൂർ തന്നെ ചാമ്പ്യന്മാർ. IT മേളയിലേത് ചരിത്ര വിജയമെന്ന് കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ V സുഭാഷ് പറഞ്ഞു. ജില്ലയിൽ നിന്ന് ITയിൽ മത്സരിച്ച 28 കുട്ടികളിൽ 18 പേർക്കും A ഗ്രേഡ് ലഭിച്ചു. ഹൈസ്കൂൾ വിഭാഗം IT ക്വിസിൽ AMMHS കൊരട്ടി സ്കൂളിലെ അർജുൻ AS
ക്രാച്ച് പ്രോഗ്രാമിൽ സെന്റ് തോമസ് കോളേജ് SS-ലെ എയ്ബൽ ആൻഡോ അജിത്, ഹയർ സെക്കൻഡറി വിഭാഗം അനിമേഷനിൽ എഡ്വിൻ സെബാസ്റ്റ്യൻ എന്നിവർ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സയൻസ് വിഭാഗത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് തൃശൂർ ജില്ല കരസ്ഥമാക്കി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി 3 ഫസ്റ്റ് പ്രൈസും 2 സെക്കൻഡ് പ്രൈസും 4 തേർഡ് പ്രൈസും ജില്ല നേടി. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും A ഗ്രേഡ് നേടാൻ സാധിച്ചു. വർക്ക് എക്സ്പീരിയൻസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2ാം സ്ഥാനം, ഓൺ ദി സ്പോട്ട് മത്സരത്തിൽ 3ാം സ്ഥാനവും തൃശൂർ ജില്ലയിലെ HSS പനങ്ങാട് സ്കൂൾ നേടി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അയ്യന്തോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും അനുസ്മരണവും തൃശൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ K ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. കോൺഗ്രസ് പോഷക സംഘടനാ ഭാരവാഹികൾ സംബന്ധിച്ചു. V പ്രദീപ് സ്വാഗതവും MM അനിൽകുമാർ നന്ദിയും അറിയിച്ചു. കേരളത്തിന്റെ കഥക് ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിന് നവംബർ മാസം സാക്ഷികളാകും. കേരളത്തിന്റെ കലാപാരമ്പര്യ മഹത്വം വിളിച്ചോതി കേരള കഥക് മഹോത്സവം ഈ മാസം 20 മുതൽ 22 വരെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ. കേരളത്തിലെ ആദ്യത്തെ കഥക് ഉത്സവമായ പരിപാടിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 30-ലധികം പ്രശസ്ത കലാകാരന്മാരും കേന്ദ്ര സംഗീത സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാക്കളും പ്രമുഖ സെലിബ്രിറ്റികളും ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുക്കുന്നു. ദക്ഷിണേന്ത്യയിൽ കഥക് കലയുടെ ഒരു പുതിയ കേന്ദ്രമായി കേരളം മാറുന്നു. വാർത്താ സമ്മേളനത്തിൽ ശരണ്യ സഹസ്ര, രേഖമിത്ര, ഐശ്വര്യ രാജു എന്നിവർ പങ്കെടുത്തു. പെർഫോമൻസ് രീതിയിൽ റീജിയണൽ തിയേറ്ററിൽ 5:30 മുതൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ഡേ ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഥക് എന്ന് പറയുന്ന നൃത്തശില്പത്തിന് ഒരു ഫ്രീ വർക്ക്ഷോപ്പ് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഫ്രീ. സോ ഈ ഒരു കഥക് ഫെസ്റ്റിവൽ ഞങ്ങളുടെ ശരണ്യ സഹസ്ര കഥക് നൃത്യ അക്കാദമിയുടെ 5th ഇയർ ആണ് ഈ ഒരു 2024 എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഗുരു പത്മശ്രീ ഡോക്ടർ പുരു ദതീഷ് ഹൂസ് ഫ്രം ഇൻഡോർ. സോ അദ്ദേഹത്തിൻ്റെ 85ാമത്തെ പിറന്നാളാണ് ഈ 2024. സോ അതിൻ്റെ ഭാഗമായിട്ടും കൂടാതെ പണ്ഡിറ്റ് ബിർജു മഹാരാജിയുടെ ഓർമ്മയ്ക്കും കൂടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത്. കഥക്ക് സുപരിചിതമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ. നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മോഹിനിയാട്ടവും കഥകളിയൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഈ മണ്ണിലുള്ളപ്പോൾ നമ്മൾ ചെറിയൊരു ശ്രമമാണ് ഈ ഒരു ആർട്ട് ഫോമിനെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് കഥക് ഫീൽഡിലുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫീൽഡിലുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ മെയിൻ അംഗമായിട്ടുള്ള രേഖ മിത്രോട് ഞാൻ കുറച്ച് വാക്കുകൾ ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ട്. കേരളത്തിലെ ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയ സാന്നിധ്യം സ്ഥിരീകരിച്ച് ICMR. ആന്റിബയോട്ടിക് പ്രതിരോധം എന്നറിയപ്പെടുന്ന ഈ ഗുരുതര സാഹചര്യത്തെ തടയുന്നതിന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തീവ്രയജ്ഞം. കേരളത്തിന് പുറമെ തെലങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളിലും ജീൻ പ്രൊഫൈൽ സ്ഥിരീകരിച്ചു. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൗൾട്രി ഫാമുകൾ ആരംഭിച്ചതോടെ കോഴി വളർത്തലിന് വ്യാപകമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു. ഈ ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയ സാന്നിധ്യമാണ് കാരണം. ICMRലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷോബി വേളരിയുടെ നേതൃത്വത്തിൽ അജ്മൽ അസീം, പ്രാർത്ഥി സാഗർ, N സംയുക്ത റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനം നടത്തിയത്. ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ അന്താരാഷ്ട്ര ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ബ്രോയിലർ കോഴികളിൽ ആന്റിബയോട്ടിക് പ്രതിരോധം വർദ്ധിക്കുന്നതായി നേരത്തെ തന്നെ സൂചനകളുണ്ട്. ശാസ്ത്രീയമായി സാധൂകരിക്കുന്ന പഠനങ്ങളോ ഡാറ്റകളോ ഉണ്ടായിരുന്നില്ല. വിവിധ മേഖലകളിൽ നിന്ന് കോഴി വിസർജ്യം ശേഖരിക്കുകയും DNA വേർതിരിച്ച് പഠന വിധേയമാക്കുകയും സംഘം ചെയ്തു. ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ് എന്നിങ്ങനെ 2 തരത്തിൽ ബാക്ടീരിയകളെ തരംതിരിച്ചു. ഡോക്ടർ ഷോബി വേളരി ഈ ബാക്ടീരിയകൾ ഏറ്റവും അപകടകാരികളാണെന്നും അറിയിച്ചു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ
9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം വിൽവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഭാരവാഹികളായ EM ശിവൻ, KA അനിൽകുമാർ, വിൻസെന്റ് ഡി പോൾ, MS രാജാറാം, മനോജ് മച്ചാട്, CD ഫ്രാൻസിസ്, ഉണ്ണികൃഷ്ണൻ കുളമ്പ്രത്ത്, രജനി സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ, ബീന സെബാസ്റ്റ്യൻ, പ്രിയ സുരേന്ദ്രൻ, അഖിൽ പേരോത്ത്, ടോം തോമസ്, അനിൽകുമാർ ER, മേരി ജോർജ്, ബാബു എന്നിവർ നേതൃത്വം നൽകി. പാണഞ്ചേരി പഞ്ചായത്തിലെ വിസ്തൃതമായ ചെമ്പൂത്ര നെൽപ്പാടം മണ്ണിട്ട് രണ്ടായി മുറിക്കുന്നു. അധികാരികൾ മൗനത്തിലാണ് ഇപ്പോഴും. പാണഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദേശീയപാതയിൽ നിന്നും പോകുന്ന വഴിയുടെ പടിഞ്ഞാറുവശം കിഴക്ക് പടിഞ്ഞാറായി വിസ്തൃതമായി കിടക്കുന്ന നെൽവയലിനെ രണ്ടായി വിഭജിക്കുന്ന വിധം തെക്കുപടക്ക് ഏകദേശം 10 അടിയിലധികം ഉയരത്തിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇതിനെതിരെ വില്ലേജ് കൃഷി ഓഫീസർമാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി കാണുന്നില്ല. മണ്ണിട്ട് നികത്തുന്ന ഭൂമിയുടെ വിസ്തീർണം എത്രയാണ്, ഉടമയുടെ പേരും വിലാസവും സർവേ നമ്പറും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും ആവശ്യപ്പെട്ടിട്ടും തരുന്നില്ല. 100 കണക്കിന് ഏക്കർ നെൽവയലിന്റെ ഏകദേശം നടുവിലായി ഭൂമി മണ്ണിട്ട് നികത്തിയാൽ കിഴക്ക് പടിഞ്ഞാറായി വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് കിഴക്കുവശത്ത് വെള്ളാരി മലയിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടിനിന്ന് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സീഡ് ഫാം മുങ്ങി നശിക്കും. കൂടാതെ പാണഞ്ചേരി 23-ാം വാർഡിലെ ചാത്തക്കുടം പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുമെന്നത് മാത്രമല്ല വാഴ, കപ്പ, പടവലം, പാവൽ തുടങ്ങി നിരവധി കൃഷികൾ വെള്ളം കയറി നശിക്കും. ദേശീയപാതയോട് ചേർന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളമൊഴുകുന്ന കാനയും മണ്ണിട്ട് മൂടിയതായി കാണുന്നുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ ഇവിടെ മണ്ണിട്ട് നികത്താൻ അനുവദിച്ചിരുന്നില്ല എന്നും അവകാശപ്പെടുന്നുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിലെ 23-ാം വാർഡിനെ ജനജീവിതത്തിനും കൃഷിവകകൾക്കും സർവനാശം വരുത്തുന്ന ഈ പാടം നികത്തൽ നിർത്തിവെക്കുവാൻ നടപടി സ്വീകരിക്കുകയും പാടത്ത് നിക്ഷേപിച്ച മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത്രയും വിസ്തൃതമായ 100 ഏക്കറോളം വരുന്ന പാടത്തിന്റെ നടുവിൽ 1 ഏക്കർ ഭൂമി മാത്രം തരം മാറ്റി നൽകിയെന്ന് വില്ലേജിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. ഇങ്ങനെ പാടത്തിന്റെ നടുവിൽ ഭൂമി തരം മാറ്റിയെങ്കിൽ എന്തോ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി ഉത്തരവ് സമ്പാദിച്ചിരിക്കണം. അല്ലെങ്കിൽ അനർഹമായ ആനുകൂല്യം പറ്റി ഭൂമി തരം മാറ്റി നൽകിയിട്ടുണ്ടാകാമെന്ന് മനസ്സിലാക്കണം. അഥവാ ഇങ്ങനെ പാടം തരം മാറ്റി കിട്ടിയില്ലെങ്കിൽ തന്നെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സർക്കാർ സ്ഥാപനമായ സീഡ് ഫാമിനും സർവനാശം വരുത്തുന്ന ഈ മണ്ണിടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ തടയേണ്ടതല്ലേ? പാടത്ത് നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്തു ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കം 100 കണക്കിന് പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. ദേശീയപാത നീലിപ്പാറയിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ദേശീയപാത നീലിപ്പാറയിൽ ഒരു കാറിൽ മറ്റൊരു കാർ ഇടിച്ചു നിർത്തിയ ശേഷം കാർ യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തൃശൂർ എരുമപ്പെട്ടി സ്വദേശികളായ സജീഷ്, മുഹമ്മദ് എന്നിവർ പോലീസ് പിടിയിലായി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണിവർ. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നും വടക്കുംചേരി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ചുവപ്പ് നിറത്തിലുള്ള കിയ കാറിന് പിന്നിൽ പിന്തുടർന്നെത്തിയ ഇന്നോവ കാർ ഇടിക്കുകയും കിയ കാറിലെ യാത്രക്കാരനെ ബലമായി പിടിച്ച് ഇന്നോവ കാറിൽ കയറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തട്ടിക്കൊണ്ടുപോയ കാർ കൊന്നഞ്ചേരിക്ക് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വടക്കുംചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് 2 പേരെ പിടികൂടിയത്. പാചകക്കലയുടെ വിദ്വാൻ, പാചകക്കലയിൽ മായാജാലം തീർത്ത് രുചിക്കൂട്ടിൽ വിസ്മയം സൃഷ്ടിച്ച തൃശൂരിന്റെ അഭിമാനപാത്രം കൃഷ്ണ കാറ്ററിംഗ് ഉടമ KH കൃഷ്ണൻ എന്ന കണ്ണൻ സ്വാമി വെളപ്പായ കണ്ണൻ എന്നേക്കുമായി വിട പറഞ്ഞു. 52 വയസ്സായിരുന്നു. ഭൗതിക ശരീരം വൈകിട്ട് 6 മണിക്ക് പഴയ നടക്കാവുള്ള സ്വവസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും.
സംസ്കാര ചടങ്ങ് നാളെ രാവിലെ 9 മണിക്ക് MG റോഡിൽ പടിഞ്ഞാറേക്കോട്ടയ്ക്കടുത്ത് ബ്രാഹ്മണ സഭയുടെ ശ്മശാനത്തിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ പഞ്ചായത്തിലെ 150 കന്നുകുട്ടികൾക്ക് സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ നൽകുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ നടത്തിയ പണിമുടക്ക് ചർച്ചയെ തുടർന്ന് പിൻവലിച്ചു. തൃശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിലെ പ്രതിഷ്ഠാ തിരുനാൾ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മവാർഷിക ദിനം വിവിധ പരിപാടികളോടെ കോൺഗ്രസ് സംഘടനകൾ അനുസ്മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.